എവറസ്റ്റ് ബേസ് ക്യാമ്പ് ട്രെക്കിനേക്കാൾ സാഹസികമാണോ ട്രെയിനിലെ നടത്തമെന്ന് വരെ തോന്നിപ്പോകുന്ന തിരക്കായിരുന്നു. ചായ കുടിച്ച് ഇഷ്ടപ്പെട്ടാൽ മാത്രം പൈസ തന്നാൽ മതി എന്ന് പറയുന്ന ഒരു കച്ചവടക്കാരനെ ഞാൻ ആദ്യമായിട്ടാണ് ട്രെയിൻ കാണുന്നത്. തിരുവനന്തപുരത്ത് നിന്നും ഒറ്റയ്ക്ക് രാജ്യം കാണാനായി ഇറങ്ങി പുറപ്പെട്ടിരിക്കുകയാണ് രാകേഷ്. കൈ നിറയെ സമ്മാനങ്ങളുമായി ഭാര്യയെ കാണാൻ പോവുകയാണ് ബായി. വിശേഷങ്ങൾ പറഞ്ഞു വന്നപ്പോൾ ഞങ്ങൾ കൂട്ടായി. അല്ലെങ്കിലും ട്രെയിനിൽ രണ്ടാമത്തെ ദിവസം എപ്പോഴും അങ്ങനെയാണ്. അപരിചിതർ പെട്ടെന്നാണ് പരിചിതരും കൂട്ടുകാരുമായി മാറുന്നത്. പൈസ ചോദിച്ച ആര് വന്നാലും എന്നെ ചൂണ്ടിക്കാണിക്കലാണ് ഷിവിന്റെ മെയിൻ പരിപാടി. ലോക്കൽ ട്രെയിനിലെ പ്രധാനപ്പെട്ട ഒരു കാഴ്ചയാണ് കൈകൊട്ടി വന്ന് പൈസ മേടിച്ചു പോകുന്ന ആളുകൾ. ചിലർ കൊഞ്ചിയും ചിലർ തല്ലിയും ചിലർ പാട്ടുപാടിയും വരെ പൈസ മേടിച്ചു പോകാറുണ്ട്. ലോക്കൽ ട്രെയിൻ ബോഗി ഒരിക്കലും ഉറങ്ങാറില്ല. ചിലർ ഉറങ്ങുമ്പോൾ ചിലർ നല്ല ആക്റ്റീവായിട്ടിരിക്കുന്നത് കാണാം. അങ്ങനെ ഞങ്ങളുടെ ആദ്യത്തെ ലക്ഷ്യസ്ഥാനമായ ആഗ്ര എത്തി. ട്രെയിനിലെ ഞങ്ങൾ പുതിയ കൂട്ടുകാരോടെല്ലാം യാത്ര പറഞ്ഞ് അവരുടെ സ്നേഹവും വാങ്ങി ഞങ്ങൾ ആഗ്ര സ്റ്റേഷനിൽ ഇറങ്ങി. ആഗ്ര എത്തിയാൽ ഉടനെ കുളിച്ച് വസ്ത്രം മാറി നേരെ താജ്മഹൽ പോയി കാണണം. അവിടെ നിന്ന് ആഗ്ര ഫോർട്ടും കണ്ട് ഇന്ന് തന്നെ തിരിച്ച് ഗോരഖ്പൂരേക്കുള്ള ട്രെയിനും പിടിക്കണം. ആഗ്രയിലെ മനോഹരമായ കാഴ്ചകളുമായി ഇനിയും കാണാം.